ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമ്മൾ മേജർ അർക്കാന കാർഡ് മാത്രമാണ് ആദ്യം വെക്കുന്നത്. പിന്നീട് ടാരോ കാർഡ്സ് കൂടി എടുക്കാവേ. ഇതൊക്കെയാണ് ഇന്നത്തെ ഗൈഡൻസ്. ഡിവൈൻ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സൺ കാർഡ്, the emperor, the lovers, the moon. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ചാരിയട്ടാണ്. ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ഇത് സ്റ്റാർ ആണ്. കണ്ടില്ലേ? സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ഉയർച്ച വരികയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം. കഴിഞ്ഞ ദിവസവും നമുക്ക് സ്റ്റാർ കാർഡ് നമുക്ക് മുറയ്ക്ക് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരുപാട് പേരും സന്തോഷത്തിലേക്ക് നീങ്ങുന്നുണ്ട്. സന്തോഷത്തിലേക്ക് നീങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് വരുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്ക് ആരോഗ്യവും സാമ്പത്തികവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചില നന്മകൾ ചെയ്തു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. നമുക്കൊരു മദർ എനർജി, അതായത് ഹീലിംഗ് പവർ. അമ്മമാർക്കല്ല കൂടുതലായിട്ട് മക്കളെയൊക്കെ ആശ്വസിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു താരാമാത ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ ആ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുതന്നെ കൂടുതലല്ല, അതാണ് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭേദമാകുന്ന എനർജി അത് തന്നെയാണ്. ചക്രാസിന്റെ ആക്ടിവേഷൻ ആണ്. ചക്രാസിന്റെ ആക്ടിവേഷൻ വരുമ്പോൾ തന്നെ നല്ലൊരു ഹീലിംഗ് എഫക്റ്റ് കിട്ടുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പരിപൂർണമായിട്ടൊരു സൗഖ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുവഴിയാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ലഭിക്കുന്നത്. ഈ കോൺഫിഡൻസ് ആണ് നിങ്ങളെ സമൂഹത്തിൽ ഉയർച്ചയിലേക്ക് നയിക്കുന്നത്. അതുവരെ ഒരു കാര്യവും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ചില വ്യക്തികൾ കുറച്ചൊക്കെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉന്മേഷം ലഭിക്കുമ്പോൾ കോൺഫിഡൻസ് ലഭിക്കുന്നു. അങ്ങനെയാണ് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. എന്നെ കൊണ്ട് അത് സാധിക്കും എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറഞ്ഞ്, ഹെർമിറ്റിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാം. അതുപോലെ തന്നെ പ്രകൃതിയോട് എടുക്കുന്ന എനർജിയാണ്. പ്രകൃതിയോട് എടുക്കുമ്പോൾ തന്നെ എന്താണ്, ഹീലിംഗ് പവറാണ് കിട്ടുന്നത്. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല മാനസികമായ ഉന്മേഷം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വഴിയിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇൻസൈറ്റ് വർദ്ധിക്കുന്നു, സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എൻലൈറ്റൻമെന്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ജ്ഞാനോദയം,
മനസ്സിലായി? അറിവ് വർദ്ധിച്ചു വരുന്ന എനർജി. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചാരിയട്ടാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ചാരിയട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ഇപ്പോൾ വാഹനം വാങ്ങിക്കണം എന്നുള്ള എനർജിയിലായിരിക്കും. ചിലപ്പോൾ വാഹനം വാങ്ങിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ടാവണം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാനാവാം. അങ്ങനെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നുണ്ട്. വിൽ പവർ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന എനർജിയാണ്. അപ്പൊ ഇവിടെ വിൽ പവർ വർദ്ധിച്ചു വരുമ്പോഴാണ് എന്താണ് സന്തോഷം കൂടുതലായിട്ടും ലഭിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൃഢനിശ്ചയത്തോടുകൂടി ഒന്നിനെ ഫോക്കസ് ചെയ്തുള്ള നിങ്ങളുടെ യാത്ര തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് കാണുന്നത്. എന്തിനെയാണ് നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. നമുക്കിവിടെ നിന്ന് നോക്കാവേ, ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് സാധിച്ചു കിട്ടുമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. കാരണം വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ചാരിയട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? വിക്ടറി ആൻഡ് സക്സസ് ആണ്. ഒരു ലക്ഷ്യത്തെ വെച്ച് മുന്നോട്ട് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആ ലക്ഷ്യം നിങ്ങൾക്ക് സാധ്യമായി കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. ജോലിക്കുള്ള ഓഫറാണ്. ആർക്കെങ്കിലും ഒക്കെ ഇന്നത്തെ ദിവസം വളരെ അധികം സന്തോഷകരമായ എനർജിയാണ്. ജോലിക്കുള്ള ഓഫറാണ് നിങ്ങൾക്ക് ഇന്ന് ദിവസം വരാൻ പോകുന്നത്. അല്ല എങ്കിൽ സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കും. ജോലി നോക്കിയിരിക്കുന്നവർക്ക്, ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുത്തിട്ടിരിക്കുന്നവർക്ക് ഒരു സക്സസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആരെങ്കിലും ഏതെങ്കിലും ഒക്കെ ജോലിക്ക് ചിലപ്പോൾ ചെറുതുമാകാം വലുതുമാകാം, എല്ലാം ഒരു ഓഫീസിലെ ജോലി എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ മണി കൂടുതലായിട്ട് ഏൺ ചെയ്യണമെന്നുള്ള ആഗ്രഹം അത് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ പ്രധാനമായിട്ടും അതിനായിട്ട് ഇവിടെ പരിശ്രമിച്ചിരിക്കുന്നവർക്ക് ഇവിടെ എംപററുടെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വരും. അതിനായിട്ടാണ് ഈ ഒരു എനർജി ഇവിടെ വന്നത്, പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. കാരണം ഇത് നിങ്ങൾക്കൊരു ജോബ് ലഭിക്കുന്ന എനർജിയാണ്. ഏത് ഫീൽഡിലായാലും, മനസ്സിലായി? ചെറുതായാലും വലുതായാലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത്തരം ഒരു സന്തോഷത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഡബിൾ എനർജിയാണ്. ഈ ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ അരുതാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ളത്, കർമ്മ അനുഭവിക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾക്കിപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ കൈകടത്താൻ പോകുന്നു. അത് ചെയ്യാനുള്ള ഒരു പ്രേരണ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും അനാവശ്യകരമായിട്ട് സംസാരിച്ചുകൊണ്ട് ചിലപ്പോൾ മുഷിച്ചിലുണ്ടാക്കാം, ശത്രുത നേടാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളോട് ആരെങ്കിലും ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൂടിയിട്ട് ഒരു ചീറ്റിംഗ് സംഭവിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപവാദത്തിലേക്ക് നീങ്ങാം, അപവാദത്തിനിരയാകുന്ന എനർജി ഉണ്ടാകാം. നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വളരെയധികം പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി നിങ്ങൾ സംസാരിക്കുകയാണ് ആരോടെങ്കിലും, പക്ഷെ പെട്ടെന്നായിരിക്കാം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറി വരുന്നത്. അതുമല്ല എങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ നിങ്ങളെ കബളിപ്പിക്കാനുള്ള എനർജി ഉണ്ട്. സാമ്പത്തികം ചോദിച്ചു വരാം. അതിനൊക്കെ നിങ്ങൾക്ക് ഒന്ന് പെടാനുള്ള ഒരു സാധ്യത ഇന്നത്തെ ദിവസമുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അല്ലാത്തവർക്ക്, അറിഞ്ഞുകൂടാത്ത ചിലരൊക്കെ പരിചയപ്പെട്ടു വന്നു, അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുക, നമ്പർ കൊടുക്കുക, അങ്ങനെ നല്ല പരിചയത്തിലാവുക, ആവശ്യമില്ലാതെ സംസാരിക്കുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ കൂടുതൽ സ്നേഹത്തിന് പോവുക, ഇതൊന്നും അപരിചിതരായ വ്യക്തികളോട് ഇന്നത്തെ ദിവസം പാടില്ല. മനസ്സിലായ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും. ഒരു ഡെവിൾ വന്നിട്ട് നിങ്ങളെ അതിന് പ്രേരിപ്പിക്കും. അതാണ് ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ പിടികൂടി നിങ്ങളെ തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാമ്പത്തികം ഇന്ന് ചിലവാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് വിനിമയം ചെയ്യുമ്പോൾ, ഒന്ന് കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്ന് ആലോചിക്കുക. മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് കാര്യവും ഒന്ന് അറിഞ്ഞിരിക്കണം. അവിടെ വളരെയധികം ശ്രദ്ധ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്നാണ് കാണുന്നത്. ഡെവിളിന്റെ എനർജി നോക്കാം. ടെമ്പറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാലൻസ് ചെയ്ത് പോവുക തന്നെ വേണം. നിങ്ങൾ ഇത്തരത്തിലുള്ള എനർജിയിൽ പെട്ടു പോവണ്ട, ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ
നിങ്ങൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. അതിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് സൺ കാർഡാണ് വന്നിരിക്കുന്നത്. സണ്ണിന്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് പോകാനുള്ള എനർജി തന്നെയാണ്. കണ്ടില്ലേ, ഇവിടെ ചിലപ്പോൾ യോഗ ചെയ്യുന്നവരുടെ എനർജി ഉണ്ടാവുക, നിങ്ങൾ ആരെങ്കിലുമൊക്കെ യോഗ ചെയ്യുന്നവരുണ്ടാവാം, മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങളുടെ ജീവിതചര്യകൾ പാലിച്ചു പോകുന്ന ആൾക്കാരാവാം. അതുപോലെ തന്നെ സൂര്യഭഗവാനെ നമസ്കരിക്കുന്ന, സൂര്യ നമസ്കാരം ചെയ്യുന്ന ആൾക്കാരാവാം. ഇനി എന്തായാലും ശരി, നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് സൂര്യഭഗവാനെ വണങ്ങുന്നത് ഏറ്റവും നല്ലതായിരിക്കും. സൂര്യ ഗായത്രി മന്ത്രം ജപിക്കുക, കുറഞ്ഞത് 7 തവണയെങ്കിലും ജപിക്കുകയും ഭഗവാനെ സ്മരിക്കുകയും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് പഠിത്തത്തിൽ ഓർമ്മശക്തി നിലനിർത്താൻ നല്ലതാണ്. ഇനി ആർക്കായാലും ഓർമ്മശക്തി നിലനിർത്താൻ ഏറ്റവും നല്ലതാണ് ഓം ഭൂർഭുവസ്വഹ എന്നുള്ള ഗായത്രി മന്ത്രം. അത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് ജപിച്ച് നോക്കുക. നിങ്ങൾ ഒരു 21 ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ മാറ്റം വരുന്നതായിരിക്കും. വളരെ നല്ല മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു എനർജിയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. സണ്ണിന്റെ എനർജി എന്ന് പറയുന്നത് ഇതില്ലാതെ നമുക്ക് ഒരു കാര്യവും നടക്കില്ല. ഏറ്റവും വലിയ സന്തോഷത്തിലേക്ക് പോകുന്ന എനർജി തന്നെയാണ്. ജീവിതത്തിൽ ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഒരു സമാധാനം കിട്ടും, സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എംപറർ, ജോലി കിട്ടാനുള്ള സാധ്യതയാണ്. ഇവിടെയും സ്ഥായിയായിട്ടുള്ള ഒരു ലൈഫ്, പെർമനന്റ് ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ്. അതായത് പെർമനന്റ് ജോബിലേക്ക് പോകാൻ സാധിക്കും. അവിടെ നിന്നാണ് ലൈഫ് സ്റ്റേബിളായിട്ട് മാറുന്നത്. സ്റ്റെബിലിറ്റി നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ പെർമനന്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും. അതുപോലെ നിങ്ങളുടെ ജോബ് പെർമനന്റ് ആയിട്ടുള്ളത് കിട്ടാനോ, അതുപോലെ സാലറി ചിലപ്പോൾ പെർമനന്റ് ആക്കാനോ, സാലറി കൂട്ടിക്കിട്ടാനോ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. 5 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സണ്ണിന് നമ്മൾ കാർഡ് എടുത്തില്ലല്ലോ. സൺ കാർഡിന് വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്. കണ്ടില്ലേ, ഇവിടെ ഹാങ്ഡ് മാന്റെ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് സണ്ണിലേക്ക് പോകാൻ സാധിക്കും. തലകീഴായി നിൽക്കുകയാണ് പല കാര്യങ്ങൾക്കും. അങ്ങനെ വരുമ്പോൾ നല്ലൊരു വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കുഴഞ്ഞു പറഞ്ഞ ഏത് പ്രശ്നത്തിലാണോ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കും. ഒരു പുതിയ ഒരു വിഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പുതിയ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവിടെ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. 5 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിതചര്യകൾ ഇല്ലാത്തതിന്റെ പേരിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമ്പോൾ കഴിച്ചു, തോന്നുമ്പോൾ ഉണ്ട്, തോന്നുമ്പോൾ ഉറങ്ങി, അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമായിരിക്കാം. തോന്നുമ്പോൾ ജോലിക്ക് പോവുക, അങ്ങനെയൊക്കെ ഒരു മടിപിടിച്ച ജീവിതമായിരിക്കാം. അത് നിമിത്തം നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ദ എംപററാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത് കാണും. ഇവിടെ ഒന്നും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം രക്ഷപ്പെടാൻ സാധിക്കും, രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് വിചാരിക്കുന്നുണ്ട്, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്താണ് കരുതുന്നത്, ഇതൊക്കെ ഇവിടെ വിചാരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നിങ്ങളെ സംഘർഷത്തിലാക്കിയിരിക്കുന്നു. ഇതിൽ നിന്നുമൊക്കെ നിങ്ങൾ പുറത്തു കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ടാവാം. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സാലറി കുറവായിരിക്കാം, പെർമനന്റ് അല്ലായിരിക്കാം ജോലി. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എനർജിയിലേക്ക് പോകാൻ സാധിക്കുന്നു, ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഏത് കാര്യത്തിലായാലും. ഇവിടെ അടുത്തതായിട്ട് ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഇവിടെ രാധാകൃഷ്ണ ബന്ധമാണ് വന്നിരിക്കുന്നത്. അതായത് സോൾമേറ്റ് കണക്ഷൻ. കണ്ടില്ലേ, സോൾമേറ്റ് കണക്ഷനാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിനെ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ആരെയെങ്കിലും ഇഷ്ടമുള്ള വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള എനർജി ആവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, ജീവിതത്തിൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ഇന്നിവിടെ കാണുന്നുണ്ട്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ഐശ്വര്യവും സമൃദ്ധിയും വരുന്ന എനർജിയാണ്. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ദിവസമാണ് നിങ്ങൾക്ക് ഇന്ന് എന്നാണ് കാണുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരാം, സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വരാം, സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കുക, അങ്ങനെ ചില പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആഘോഷത്തിലേക്ക് നീങ്ങാനോ അങ്ങനെ സന്തോഷിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള എനർജി, അല്ലെങ്കിൽ അവർ നിങ്ങളോട് സ്നേഹം പറഞ്ഞ് മുന്നോട്ട് വരാൻ, നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജി. ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ വിവാഹം ഉറയ്ക്കുന്ന എനർജി ആവാം, വിവാഹം നോക്കിയിരിക്കുന്നവർക്ക്. ചിങ്ങമാസമല്ലേ, ആരുടെയെങ്കിലും ഒക്കെ വിവാഹം നടക്കാം, അതിനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. അങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. സെവൻ ഓഫ് കപ്സിന്റെ എനർജി. ഇനി ജോലി കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. അതാണല്ലോ പ്രധാനം. നമുക്ക് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ വിവാഹത്തിലായാലും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നു. ഇതുവരെ നിങ്ങൾക്ക് അവസരങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരുന്ന സാഹചര്യമാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ധാരാളമായിട്ട് അവസരങ്ങൾ വരണമല്ലേ, ഇതല്ലേ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് അല്ലേ. നമ്മളൊരു ജോബിന് നോക്കിയിരിക്കുന്നില്ല, ഒരു ജോലിയിലേക്ക് കടക്കാൻ പോകുന്നത്, എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റിയ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള അവസരം കൂടെ ഉണ്ടാവണമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു സന്തോഷത്തിന് വകയുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ നിരാശയാണോ അല്ലെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന സാഹചര്യമാണോ, ഇവിടെ നിന്ന് ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നതാണ്. മുന്നോട്ട് നിങ്ങളെ വളരെ സന്തോഷത്തിലേക്കും മാറ്റത്തിലേക്കും നയിക്കും. പേടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ, അവിടെ നിന്നാണ് നിങ്ങളുടെ സന്തോഷം തുടങ്ങുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ നിരാശയിൽപ്പെട്ടിരിക്കുന്നോ, അവിടെ നിന്നും നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് കടക്കാനുള്ളതാണ്. ഇവിടെ നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. ആരെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് നേടാൻ വരുന്നുണ്ട് എങ്കിൽ ഇവിടെയൊക്കെ നിങ്ങൾക്കൊരു സാധ്യത, നിങ്ങൾക്ക് പേടി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഇവിടെ ചേഞ്ച് വരാൻ തുടങ്ങുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അല്ല എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ വിചാരിക്കുന്ന കുറച്ചുകൂടി സാമർഥ്യത്തോടുകൂടി നിങ്ങൾക്കത് നേടിയെടുക്കാനും സാധിക്കും. മറ്റുള്ളവരെ കബളിപ്പിച്ചെങ്കിലും നിങ്ങളുടേതായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന എനർജിയാണ്. മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങളുടേതായ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള എനർജി ഉണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു കള്ളം ചെയ്തു എന്നുള്ള ഒരു പേടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരാം. ഇവിടെ കണ്ടില്ല, ടവറാണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം നശിച്ച എനർജി ഉണ്ടായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിച്ചിരിക്കുന്നുണ്ടാവാം. മൂൺകാർഡിന്റെ എനർജി അല്ലേ, ഒരു പേടി, നിങ്ങളുടെ പേടി, ആകാംക്ഷ, എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്നൊക്കെ ഉള്ള ആ വിചാരങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരാം. കാരണം സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. സൺ കാർഡാണ് വന്നിരിക്കുന്നത്. വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് കൂടുതലായിട്ടും നിങ്ങൾക്ക് സണ്ണിന്റെ എനർജി വന്നിട്ടുണ്ട്. 10 ഓഫ് പെന്റക്കിൾസ്, സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് വരുന്നുണ്ട്. സാമ്പത്തികം നേടാനും ചിലപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന സാമ്പത്തികം ലഭിക്കാനുമായിട്ടുള്ള എനർജിയാണ്. മറ്റുള്ളവർ നിങ്ങളോട് അടുത്ത് കൂടുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. അതുവഴി ഒരുപാട് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കുടുംബസഹിതം പോകാൻ സാധിക്കുന്നു. കുടുംബസഹിതം എവിടെയെങ്കിലും ചിലപ്പോൾ യാത്ര പോകാം. അതുമല്ല എങ്കിൽ ഒന്നിച്ചുകൂടി സന്തോഷിക്കാം എന്നുള്ളതാണ് കാണുന്നത്. ഒന്നിച്ചുകൂടി സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹാപ്പിനെസ്സിലേക്ക് പോകുന്നു.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ.